കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എസ്പെഷ്യലി ഈ സമസ്തയും ലീഗും എന്നുള്ള വിഷയത്തിൽ സമസ്തനെയും ലീഗിനെയും രണ്ടാക്കി തിരിച്ച് അതിൽ എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ നിരന്തരം നടത്താറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സമസ്തയുടെ നിലപാട് എന്താണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലേ. വളരെ കൃത്യമായിട്ട് ജിഫ്രി തങ്ങൾ ആ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്, എങ്ങനെ, എവിടെ വരെ, എപ്പോ, എങ്ങനെ എന്നുള്ളതിൻ്റെ സിറ്റുവേഷനും അതിൻ്റെ സാഹചര്യവും ഘട്ടവും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി അതിലേക്ക് നമ്മൾ ഒരു വലിയ ചർച്ചകളിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം എന്താ, പറഞ്ഞത് ജിഫ്രി തങ്ങളാണ്. തങ്ങൾ പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിനപ്പുറത്തേക്ക് വേറെ കാര്യമുണ്ടോ? സമസ്തന്റെ കാര്യം പറയാൻ ജിഫ്രി തങ്ങളെക്കാളും ആരുമില്ല. അപ്പോൾ സമസ്തന്റെ നിലപാട് എന്താണ് എന്നുള്ള കാര്യം ജിഫ്രി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ചില ആളുകൾക്ക് ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ ചില ആളുകൾക്ക് ചില സ്ഥാനാർത്ഥികളെ കാണുമ്പോഴേ മുട്ടിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് പേരാമ്പ്രയിൽ ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫാത്തിമ ദഹ്ലിയ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ വിഷയം അതിൽ എന്തെങ്കിലും, കാരണം ഫാത്തിമ ദഹ്ലിയയുടെ വിജയം പേരാമ്പ്രയിൽ സുനിശ്ചിതമായിട്ടും ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെ ഇനി എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് മനസ്സിലായില്ലേ. ഇപ്പൊ ഫാത്തിമ ദഹ്ലിയെ വലിയ രീതിയിൽ ലൈംഗിക അധിക്ഷേപം നടത്തി നോക്കി, വലിയ രീതിയിൽ വ്യക്തിഹത്യ നടത്താൻ നോക്കി, വലിയ രീതിയിൽ അവരുടെ സ്ത്രീ എന്നുള്ള രീതിയിൽ അവരുടെ സ്ലട്ട് ഷെയ്മിങ്ങുകൾ നടത്താൻ നോക്കി. അതൊക്കെ വലിയ തിരിച്ചടിയാവുമെന്ന് കണ്ടപ്പോഴാണ് ഒരു പുതിയ ക്രയവിക്രയമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ. അപ്പോൾ ഈ അർത്ഥത്തിൽ എങ്ങനെയെങ്കിലും ഒരു തമ്മിൽ തല്ല് അല്ലെങ്കിൽ ഒരു കുത്തിത്തിരിപ്പ്, തമ്മിൽ തല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു കുത്തിത്തിരിപ്പ്, എഡയിൽ കോലിട്ട് തിരിക്കുന്ന ഏർപ്പാട്, അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക. അത് മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ യഥാർത്ഥ മാധ്യമ പ്രവർത്തകരാണ്, അങ്ങനെയൊന്നല്ല. വളരെ കൃത്യമായിട്ട് CPM അജണ്ടകൾ നടപ്പിലാക്കുന്ന ചില ആളുകൾ അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കൂത്തുപറമ്പിൽ ജയന്തി രാജനാവട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പേരാമ്പ്രയിലെ ഫാത്തിമ ദഹ്ലിയ ആവട്ടെ, ഒരു വലിയ ഘടകമായിട്ട് നിൽക്കുകയാണ്, പേരാമ്പ്രയിലാണെങ്കിലും കൂത്തുപറമ്പിലാണെങ്കിലും. അപ്പം അവിടെ ആ സ്ഥാനാർത്ഥിക്ക് എന്തെങ്കിലും ഒരു ഡ്രോബാക്ക്, എന്തെങ്കിലും ഒരു കോട്ടം ഉണ്ടാക്കണം. അത് സ്ഥാനാർത്ഥിക്ക് വ്യക്തിപരമായിട്ടല്ലെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ അജണ്ടയുടെ പുറത്ത് ചില വാർത്തകൾ അതെങ്ങനെ ഉണ്ടാക്കും. ഇപ്പോൾ സമസ്തയിൽ തന്നെ ലീഗ് വിരുദ്ധർ, ലീഗ് അനുകൂലികൾ എന്നൊക്കെ പറഞ്ഞ് സമസ്തക്കാരെ രണ്ടാക്കാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത്. മനസ്സിലായില്ലേ. തെരഞ്ഞെടുപ്പ് മുമ്പ് അങ്ങനെയായിരുന്നു. തെരഞ്ഞെടുപ്പായപ്പോൾ ഈ സ്ഥാനാർത്ഥികളെ വെച്ചുകൊണ്ട് അതിലൊരു കുത്തിത്തിരിപ്പ്. എന്നാൽ ഈ പൊട്ടന്മാർക്ക് ഇത് അറിയാത്തത് വല്ലാത്തൊരു ഇത്. ഒന്നാമത് എന്താണെന്നറിയാമോ, ഈ പറയുന്ന കുറേ എണ്ണമുണ്ട്, മാപ്രകൾ, മാധ്യമ പ്രവർത്തകർ എന്നൊക്കെ പറയുന്ന അവകാശപ്പെടുന്ന കുറേ എണ്ണം. അവർക്ക് എന്താണ്